ശാന്തമായി ഒഴുകുന്ന അച്ചൻകോവിലാറ്. ഈ അച്ചൻകോവിലാറിൻ്റെ കരയിലാണ് സാക്ഷാൽ കാനനവാസനായ മണികണ്ഠൻ തൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് എന്നാണ് ഐതിഹ്യം. ഈ അച്ചൻകോവിലാറിനെ ചുറ്റി പന്തളം എന്ന ഒരു വലിയ ദേശം, ആ ദേശത്താണ് ഈ ഭക്തിയും അതുപോലെ രാജകീയ പ്രൗഢിയുമായി നിലകൊള്ളുന്ന പന്തളം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഈ പന്തളം കൊട്ടാരത്തിലാണ് അയ്യപ്പൻ തൻ്റെ ബാല്യകാലവും അതുപോലെ തൻ്റെ കൗമാരവുമെല്ലാം ചെലവഴിച്ചത്. അയ്യപ്പൻ വനവാസത്തിനായി ശബരിമലയ്ക്ക് പോയപ്പോൾ തൻ്റെ വളർത്തച്ഛനായ രാജശേഖര പാണ്ഡ്യനോട്, അച്ഛൻ എന്നെ കാണാൻ എപ്പോഴും, അല്ലെങ്കിൽ പിതാവ് എന്നെ കാണാൻ എപ്പോഴും ശബരിമലയിലേക്ക് വരേണ്ടതില്ല, അങ്ങേക്കരികിൽ ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഈ പന്തളം കൊട്ടാരത്തിനോട് ചേർന്ന് ഒരു വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അതേ ചൈതന്യത്തിൽ അയ്യപ്പൻ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ശബരിമലയുടെ അതേ ചൈതന്യവും അതേ മാതൃകയിലും നിർമ്മിച്ചിരിക്കുന്ന ഈ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് തീർത്ഥാടനം ഇക്കുറി യാത്ര ചെയ്യുന്നത്. നൈവേദ്യഗന്ധം കലർന്ന കാറ്റും അച്ചൻകോവിലാറിന്റെ താളവും ചേർന്നൊഴുകുന്ന പന്തളത്തിന്റെ മണ്ണിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ ഓരോ ഭക്തനും അനുഭവിക്കുന്നത് വെറുമൊരു ക്ഷേത്ര ദർശനമല്ല, മറിച്ച് ചരിത്രവും പുരാണവും ഇഴചേർന്ന ഒരു മഹാസങ്കല്പത്തിന്റെ പുണ്യമാണ്. കേരളീയ സംസ്കൃതിയുടെ ഭൂപടത്തിൽ ശബരിമല എന്ന കാനനക്ഷേത്രം ആത്മാവാണെങ്കിൽ ആ ആത്മാവിന്റെ തുടുപ്പുകൾക്ക് ജന്മം നൽകിയ ഹൃദയമാണ് പന്തളം. ശബരിമലയിലെ ധർമ്മശാസ്താവിന്റെ പിതൃസ്ഥാനം അലങ്കരിക്കുന്ന പന്തളം കൊട്ടാരവും അവിടുത്തെ വലിയ കോയിക്കൽ ക്ഷേത്രവും വിശ്വാസികൾക്ക് മണികണ്ഠൻ എന്ന ദൈവപുത്രൻ കളിച്ചു വളർന്ന അച്ഛൻ്റെ വീടാണ്. കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലൊന്നായ പത്തനംതിട്ടയുടെ ഹൃദയഭാഗത്താണ് ഭക്തിയുടെയും രാജകീയ പ്രൗഢിയുടെയും പര്യായമായി പന്തളം നിലകൊള്ളുന്നത്. അച്ചൻകോവിലാർ പന്തളത്തെ ചുറ്റി ഒഴുകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പാദങ്ങൾ കഴുകിക്കൊണ്ടാണെന്ന് തോന്നും. പ്രകൃതിയും ഭക്തിയും ഇവിടെ ഒരുപോലെ ലയിച്ചു ചേരുന്നു. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം പന്തളം കൊട്ടാര വളപ്പിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വശത്ത് രാജകീയമായ 8 കെട്ടുകളും 4 കെട്ടുകളും നിറഞ്ഞ കൊട്ടാരക്കെട്ടുകൾ, മറുവശത്ത് നിത്യവും ശാന്തമായി ഒഴുകുന്ന അച്ചൻകോവിലാർ. ഈ ശാന്തതയ്ക്കുള്ളിലാണ് അയ്യപ്പൻ്റെ ബാല്യകാല സ്മരണകൾ ഉറങ്ങുന്നത്. ശബരിമല തീർത്ഥാടനത്തിൻ്റെ പ്രവേശന കവാടമായി പന്തളത്തെ കരുതുന്നതിനും പിന്നിൽ ശക്തമായ ചരിത്രപരവും ഭാവനാപരവുമായ കാരണങ്ങളുണ്ട്. പന്തളം രാജവംശത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ മധുരയിലാണ്. AD 12-ാം നൂറ്റാണ്ടിൽ മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യരാജവംശത്തിലെ ഒരു വിഭാഗം ആഭ്യന്തര കലഹങ്ങളെ തുടർന്ന് ശത്രുക്കളുടെ ആക്രമണത്തെ തുടർന്നും സ്വദേശം വിടാൻ നിർബന്ധിതരായി. തൻ്റെ കുലദൈവമായ മീനാക്ഷി അമ്മയുടെയും ചൈതന്യത്തെ നെഞ്ചോട് ചേർത്ത് അവർ പശ്ചിമഘട്ടം കടന്ന് കേരളത്തിലേക്ക് അഭയം തേടിയെത്തി. കോന്നി, കൈപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസമാക്കിയ ശേഷം അവരൊടുവിൽ അച്ചൻകോവിലാറിൻ്റെ തീരത്തുള്ള പന്തളത്ത് അധികാരം സ്ഥാപിച്ചു. മധുരയിലെ പാണ്ഡ്യരാജാക്കന്മാർക്ക് അവിടെയുണ്ടായിരുന്ന വലിയ കോയിക്കൽ എന്ന കൊട്ടാരത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് പന്തളത്തെ ഈ പ്രധാന ക്ഷേത്രത്തിന് വലിയ കോയിക്കൽ എന്ന പേര് വന്നത്. തമിഴ് പാരമ്പര്യവും കേരളീയ ആചാരങ്ങളും കൂടിച്ചേർന്ന ഒരു സവിശേഷ സംസ്കാരം ഇവിടെ വികാസം പ്രാപിച്ചു. മധുര ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യദേശവംശത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് പന്തള രാജവംശത്തിൻ്റെ പൂർവ്വചരിത്രം. മധുരയിൽ നിന്നും ശാന്തി തേടിയുള്ള യാത്രയിൽ എത്തിച്ചേർന്ന് ലോകത്തിലെ ഏറ്റവും ശാന്തിപൂർണമായി ചെമ്പഴന്നൂർ ശാഖ കണ്ടെത്തിയ ഈ ശാന്തിപൂർണമായ ദേശത്തിലാണ് ലോകത്തിന് മുഴുവൻ ശാശ്വത ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുവാനുള്ള കലിയുഗത്തിൻ്റെ അവതാരം വന്നു പിറന്നത്. അവതാര ലക്ഷ്യം പൂർത്തിയാക്കി പുലിക്കൂട്ടങ്ങളുമായി എത്തിയ മണികണ്ഠ കുമാരന് മുന്നിൽ നമ്ര ശിരസ്കനായി പന്തള രാജാവ് അങ്ങ് ആരാണെന്ന ചോദ്യത്തിനുത്തരമായി അരുളി ചെയ്ത അയ്യപ്പ ഗീത ശ്രവിച്ച രാജാവ് ആവതുകളും അരുതുകളും നടപ്പാക്കി നിർമ്മിച്ചതാണ് ഇന്ന് കാണുന്ന ശബരിമല ക്ഷേത്രം. പന്തളം രാജവംശത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായം ആരംഭിക്കുന്നത് രാജരാജശേഖര പാണ്ഡ്യൻ എന്ന രാജാവിലൂടെയാണ്. സൽസ്വഭാവിയും പ്രജാതൽപരനുമായിരുന്ന അദ്ദേഹത്തിന് ഒരു വലിയ സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ. അനന്തരാവകാശിയായി ഒരു പുത്രനില്ല എന്നതായിരുന്നു അത്. അദ്ദേഹം തൻ്റെ കുലദൈവത്തോട് നിത്യവും പ്രാർത്ഥിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പമ്പാതീരത്ത് വേട്ടയ്ക്ക് പോയ രാജാവ് അവിടെ ഒരു ശിശുവിൻ്റെ കരച്ചിൽ കേട്ടു. അന്വേഷിച്ച് ചെന്ന രാജാവ് കണ്ടത് തേജസ്വിയായ ഒരു ആൺകുട്ടിയെയാണ്. കഴുത്തിൽ ഒരു മണിമാല ചാർത്തിയിരുന്ന ആ കുട്ടിക്ക് അദ്ദേഹം മണികണ്ഠൻ എന്ന് പേരിട്ടു. നിസ്സഹായനായ ആ ശിശു സത്യത്തിൽ ശിവവിഷ്ണുപുത്രനായ ധർമ്മശാസ്താവായിരുന്നു. മഹിഷി നിഗ്രഹത്തിനായി അവതാരമെടുത്ത ഭഗവാൻ പന്തളം രാജാവിൻ്റെ പുത്രനായി 12 വർഷം അവിടെ ജീവിച്ചു. മണികണ്ഠൻ്റെ ബാല്യകാലം വിദ്യയുടെയും ആയോധന കലയുടെയും കാലമായിരുന്നു.
ആയോധനകല അഭ്യസിച്ച അയ്യപ്പൻ പന്തളത്തെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി. എന്നാൽ കൊട്ടാരത്തിലെ മന്ത്രിയുടെ കുതന്ത്രങ്ങളും സ്വന്തം പുത്രനായ രാജകുമാരന് അധികാരം ലഭിക്കണമെന്ന രാജ്ഞിയുടെ ആഗ്രഹവും അയ്യപ്പൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ തീർത്തു. ഒടുവിൽ അമ്മയുടെ വ്യാജമായ വയറുവേദനയ്ക്ക് മരുന്നിനായി പുലിപ്പാൽ തേടി അയ്യപ്പൻ കാനനത്തിലേക്ക് പുറപ്പെട്ടു. കാട്ടിൽ നിന്നും പുലിക്കൂട്ടത്തിന് പുറത്തിരുന്നു വരുന്ന അയ്യപ്പനെ കണ്ടപ്പോൾ മാത്രമാണ് പന്തളം കൊട്ടാരത്തിലുള്ളവർക്ക് മനസ്സിലായത് തങ്ങളുടെ കൂടെ ഇത്രയും കാലം ജീവിച്ചത് വെറുമൊരു ബാലനല്ല, മറിച്ച് സാക്ഷാൽ ഈശ്വരനാണെന്ന്. മണികണ്ഠൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ശബരിമലയിൽ അയ്യപ്പനായി ലയിക്കാൻ തീരുമാനിച്ചു. തൻ്റെ മകൻ വിട്ടുപിരിയുന്നതിൽ ദുഃഖിതനായ രാജശേഖര പാണ്ഡ്യനോട് അയ്യപ്പൻ പറഞ്ഞു, എന്നെ കാണാൻ അങ്ങ് വനത്തിലേക്ക് വരേണ്ടതില്ല, അങ്ങേക്കരികിൽ ഞാനുണ്ടാകും. ആ സാമീപ്യമാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെ ഓരോ തരി മണ്ണിലും ഭക്തർ അനുഭവിക്കുന്നത്. തൻ്റെ മകൻ്റെ നിത്യപൂജകൾക്കായി രാജാവ് പന്തളത്ത് പണിത ഈ ക്ഷേത്രം രണ്ടാം ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ശബരിമല തീർത്ഥാടന കാലം ആദ്യം തന്നെ, വൃശ്ചികമാസം ആദ്യം തന്നെ ശബരിമലയിൽ ഭയങ്കരമായിട്ടുള്ള തിരക്കുകൾ വർദ്ധിക്കുകയും ആ തിരക്ക് കൊണ്ട് ഭക്തജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട സമയത്ത് പന്തളം ക്ഷേത്രോപദേശ സമിതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊട്ടാരവും എല്ലാം കൂടെ സംയുക്തമായിട്ട് തന്നെ ആ ഭക്തജനങ്ങൾ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്ര സന്നിധിയിലെത്തിയപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അവർക്ക് അവിടെ നെയ്യഭിഷേകം നടത്താൻ പറ്റാതിരുന്ന അയ്യഭക്തന്മാർക്ക് ഇവിടെ നെയ്യഭിഷേകം നടത്തിക്കുകയും അതുപോലെ തന്നെ ആ നെയ്യഭിഷേകത്തിന് ശിഷ്ട നാളികേരം അവർ ഹോമകുണ്ഡത്തിൽ അർപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ക്ഷേത്ര സമിതികൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അവർക്ക് ഇവിടെ ശബരിമലയിൽ കിട്ടാൻ പറ്റാത്ത എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡും ഉപദേശ സമിതിയും കൊട്ടാരവും ഒക്കെ തന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടവണ്ണം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ഒരു വലിയൊരു സംവിധാനത്തിലേക്ക് മാറിയിരുന്നു. ശബരിമലയിലെ തന്ത്രവിദ്യയും വാസ്തുശൈലിയും അതേപടി പകർത്തിയാണ് വലിയ കോയിക്കൽ ക്ഷേത്രം പണിതിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ, ചുറ്റമ്പലം, ബലിക്കൽപ്പുര എന്നിവയെല്ലാം കേരളീയ വാസ്തുശൈലിയുടെ മകുടോദാഹരണങ്ങളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ശബരിമലയിലെ വിഗ്രഹത്തിൻ്റെ അതേ അളവിലും രൂപത്തിലുമാണ് ഇവിടെ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ ഭഗവാൻ ബാലരൂപത്തിലാണ്. പിതൃഗൃഹത്തിൽ വസിക്കുന്ന ഒരു കുട്ടിയുടെ ഭാവമാണ് പ്രതിഷ്ഠയ്ക്കുള്ളത്. അതിനാൽ തന്നെ സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന കണിശമായ നിയമങ്ങളെക്കാൾ ഉപരി ഒരു കുടുംബനാഥൻ്റെ സ്നേഹവും വാത്സല്യവുമാണ് ഇവിടെ നിഴലിക്കുന്നത്. അച്ചൻകോവിലാറിൻ്റെ തീരത്തെ തണുപ്പും കൊട്ടാരക്കെട്ടിനുള്ളിലെ ശാന്തതയും ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിന് സവിശേഷമായ ഒരു ഊർജം നൽകുന്നു. പന്തളം ക്ഷേത്രത്തെയും കൊട്ടാരത്തെയും ലോകപ്രശസ്തമാക്കുന്നത് അവിടുത്തെ തിരുവാഭരണങ്ങളാണ്. അയ്യപ്പന് പന്തളം രാജാവ് നിർമ്മിച്ചു നൽകിയ ആഭരണങ്ങൾ ഇന്നും വലിയ കോയിക്കൽ കൊട്ടാരത്തിലെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുന്നത്. അയ്യപ്പൻ ശബരിമലയിൽ ധർമ്മശാസ്താവിൽ ലയിച്ചപ്പോൾ തൻ്റെ മകനെ നിത്യവും പൂജിക്കാനായി പന്തളം കൊട്ടാരത്തിലെ രാജശേഖര പാണ്ഡ്യ രാജാവാണ് ഈ വലിയ കോയിക്കൽ ക്ഷേത്രം നിർമ്മിച്ചത്. അപ്പോൾ ഈ വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ അയ്യപ്പൻ ബാല്യഭാവത്തിൽ ഗൃഹസ്ഥ ആ ഒരു ഭാവത്തിലാണ്, ഗൃഹശാസ്താവായാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഈ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തെയും അതുപോലെ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തെയൊക്കെ ഏറ്റവും ലോകപ്രശസ്തമാക്കുന്നത് ശബരിമലയിൽ അയ്യപ്പന് ചാർത്താനുള്ള ഈ തിരുവാഭരണങ്ങൾ എല്ലാ വർഷവും മകരമാസത്തിൽ അല്ലെങ്കിൽ മകരവിളക്ക് സമയത്ത് തിരുവാഭരണം ചാർത്താൻ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇതിനോട് ചേർന്നുള്ള ഈ പന്തളം വലിയ കോയിക്കൽ പാലസിൻ്റെ സ്ട്രോങ് റൂമിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. ആ തിരുവാഭരണങ്ങൾ ഇരിക്കുന്ന ഇടം ഇതാണ്. ഇവിടെ നിന്നാണ് വലിയ ഘോഷയാത്രയായി ഈ തിരുവാഭരണങ്ങൾ ശബരിമലയിലേക്ക് എത്തിക്കുന്നത്. ഈ ആഭരണങ്ങൾ വെറുമൊരു അലങ്കാരമല്ല, മറിച്ച് ഒരച്ഛൻ തൻ്റെ മകന് നൽകിയ സ്നേഹോപഹാരങ്ങളാണ്. ധാരാളം ഭക്തജനങ്ങൾ തിരുവാഭരണ ദർശനത്തിനും ക്ഷേത്ര ദർശനത്തിനുമായിട്ട് പന്തളത്ത് എത്തിച്ചേരുന്നുണ്ട്. വൃശ്ചിക 1 മുതൽ തന്നെ തിരുവാഭരണ ദർശനം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് തിരുവാഭരണ ദർശനം തുടങ്ങിയാൽ വിശ്രമമില്ലാണ്ട് വൈകുന്നേരം 8:30 വരെ തിരുവാഭരണം കാണാവുന്നതാണ്. ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊട്ടാരം നിർവാഹക സംഘം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ദർശനത്തിന് വരുന്ന ക്ഷേത്ര ദർശനത്തിനും തിരുവാഭരണ ദർശനത്തിനും വരുന്ന ഭക്തജനങ്ങൾക്ക് വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൈപ്പുഴ ശ്രീവത്സത്തിൻ്റെ ഒരു വലിയ ഗ്രൗണ്ട് സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ വലിയ വണ്ടികൾ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. തിരുവാഭരണം 27-ാം തീയതി വൈകിട്ട് മണ്ഡലക്കാലം അവസാനിക്കുന്നതോടുകൂടി തിരുവാഭരണ ദർശനം, മണ്ഡലകാല ദർശനം അവസാനിക്കും. അതിനുശേഷം സന്നിധാനം
30-ാം തീയതി വൈകിട്ട് തുറക്കുന്നു. തിരുവാഭരണ ദർശനം 31-ാം തീയതി രാവിലെ മുതൽ വീണ്ടും ആരംഭിക്കും. തിരുവാഭരണ ദർശനം ജാനുവരി 11-ാം തീയതി വൈകിട്ട് 9 മണി വരെയാണ് തിരുവാഭരണ മാളികയിൽ ഉണ്ടായിരിക്കുന്നത്. 12-ാം തീയതി രാവിലെ 4 മണിക്ക് വ്രതം നൊയമ്പ് നോറ്റിരിക്കുന്ന തിരുവാഭരണ വാഹകർ തിരുവാഭരണ മാളികയിൽ നിന്നും വലിയ വൈക്ക ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയും തിരുവാഭരണം ഭക്തജനങ്ങളുടെ ദർശനത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ 5 മണി മുതൽ തുറന്നു വെക്കുകയും ചെയ്യും. ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ ദർശനം 12 മണി വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. 12 മണിക്ക് ശേഷം ഉച്ചപൂജയും കർപ്പൂര ഒഴിയലും രാജപ്രതിനിധിക്ക് വാള് കൊടുക്കുന്ന ചടങ്ങും എല്ലാം ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നു. അതിനുശേഷം 1 മണിയോടുകൂടി കൃഷ്ണപെരുന്നിൻ്റെ സാന്നിധ്യം ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന സമയത്ത് തിരുവാഭരണം ഇവിടെ നിന്നും യാത്ര ആരംഭിക്കും. മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഏറ്റവും പവിത്രമായ ചടങ്ങുകളിലൊന്നാണ് പന്തളത്ത് നിന്നും ശബരിമലയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര. അയ്യപ്പസ്വാമിയുടെ തേജസ്സുറ്റ മുഖാവരണമായ തിരുമുഖം, വിഗ്രഹത്തിന് പിന്നിൽ ചാർത്തുന്ന തിളക്കമാർന്ന പ്രഭാമണ്ഡലം, വെള്ളിയിൽ പൊതിഞ്ഞ വിശുദ്ധമായ വലംപിരി ശംഖ്, സ്വർണത്തിൽ നിർമ്മിച്ച ആനയുടെയും കുതിരയുടെയും രൂപങ്ങൾ, നവരത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, കണ്ഠഹാരങ്ങൾ എന്നിവയാണ് ഈ ദിവ്യാഭരണങ്ങളിൽ പ്രധാനപ്പെട്ടവ. ഓരോ വർഷവും വൃശ്ചികം 1 മുതൽ ഈ ആഭരണങ്ങൾ ദർശിക്കാനായി ആയിരക്കണക്കിന് ഭക്തരാണ് പന്തളത്തേക്ക് ഒഴുകിയെത്തുന്നത്. മകരസംക്രമ ദിനത്തിൽ സന്നിധാനത്തെ വിഗ്രഹത്തിൽ ഈ തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന നടക്കുമ്പോൾ മാത്രമാണ് ഭക്തർക്ക് മകരവിളക്ക് ദർശനം പൂർണ്ണതയിലെത്തുന്നത്. ഈ തിരുവാഭരണ ഘോഷയാത്രയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ശബരിമലയിലെ മകരവിളക്കിന് ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ധനു മാസം 28-ാം തീയതിയാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. പന്തളം കൊട്ടാരത്തിൻ്റെ രാജപ്രതിനിധി അകമ്പടി സേവിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര ധനു 28-ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഈ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. കുംഭമാസത്തിലെ ഉത്രം നാളിലാണ് ഇവിടുത്തെ തിരുവുത്സവം നടക്കുന്നത്. ആ തിരുവുത്സവത്തിന് ഈ ശബരിമലയിൽ ചാർത്തുന്ന അതേ തിരുവാഭരണങ്ങൾ പന്തളം കൊട്ടാരത്തിൽ നിന്നും ഈ ക്ഷേത്രത്തിലെത്തിച്ച് ഈ തിരുവിഗ്രഹത്തിൽ ചാർത്തി ഈ കളഭാഭിഷേകവും അതേപോലെ ശബരിമലയിൽ നടക്കുന്ന ഈ മകരവിളക്ക് മുതലുള്ള 5 ദിവസം നടക്കുന്ന ആചാരങ്ങളെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മകരസംക്രമത്തിന് 3 ദിവസം മുൻപ് പന്തളത്ത് നിന്നും ആരംഭിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര ഭക്തിയുടെ അപൂർവ കാഴ്ചയാണ്. കിലോമീറ്ററുകൾ കാൽനടയായി പരമ്പരാഗതമായ പാതയിലൂടെ കാടും മലയും കടന്നാണ് ഈ യാത്ര ശബരിമലയിലെത്തുന്നത്. ഈ യാത്രയുടെ ഓരോ ഘട്ടത്തിലും പ്രകൃതിയുടെ സാന്നിധ്യമുണ്ട്. ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൻ്റെ പടികടക്കുമ്പോൾ ആകാശത്ത് കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് ഭക്തർ വിസ്മയത്തോടെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ്. ശബരിമല വരെ ഈ പരുന്ത് ഘോഷയാത്രയെ അനുഗമിക്കുമെന്നാണ് വിശ്വാസം. പന്തളത്തെ രാജപ്രതിനിധി പല്ലക്കിൽ ഈ സംഘത്തെ നയിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേക ആചാരമുണ്ട്. പന്തളത്തെ രാജാവ് നേരിട്ട് ശബരിമലയിൽ പോകാറില്ല. തൻ്റെ മകൻ ഭഗവാനായി വാഴുന്ന സന്നിധാനത്ത് അച്ഛനായ രാജാവ് പോയാൽ മകൻ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമെന്നും അത് പ്രതിഷ്ഠയുടെ ചൈതന്യത്തെ ബാധിക്കുമെന്നുമാണ് വിശ്വാസം. അതിനാൽ രാജാവിന് പകരം ഒരു രാജപ്രതിനിധിയാണ് ഘോഷയാത്രയെ നയിക്കുന്നത്. പിതൃവാത്സല്യത്തിൻ്റെ ഈ വിനയം ലോകത്ത് മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയില്ല. ഇതിനോടൊപ്പം തന്നെ പോകുന്ന രാജപ്രതിനിധി പമ്പയിൽ തങ്ങുകയാണ് ചെയ്യുന്നത്. 3-ാം തീയതി മാത്രമാണ് സന്നിധാനത്തേക്ക് പോകുന്നത്. 3-ാം തീയതി മല കയറി ചെന്ന് കഴിഞ്ഞിട്ട് ദർശനം കഴിഞ്ഞ് മാളികപ്പുറത്ത് താമസിക്കുകയും 5-ാം തീയതി നടക്കുന്ന കളഭാഭിഷേകം, പന്തളം കൊട്ടാരം വകയാണ് കളഭാഭിഷേകം. അതിനുശേഷം 6-ാം തീയതി നടക്കുന്ന ഗുരുതിയും അതും പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. അതിനുശേഷം 7-ാം തീയതി രാവിലെ ദർശനം കഴിഞ്ഞിട്ട് നടയടച്ച് താക്കോൽ തിരിച്ച് വാങ്ങിച്ച് രാജപ്രതിനിധി തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. 6-ാം തീയതി വരെ മാത്രമേ മലയാള മാസം മകരം 6-ാം തീയതി വരെ മാത്രമേ ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടായിരിക്കുകയുള്ളൂ. 7-ാം തീയതി രാജപ്രതിനിധി മാത്രമേ അയ്യപ്പനും ആയിട്ടുള്ള ഒരു ദർശനം ഉണ്ടായിരിക്കുകയുള്ളൂ. അത് 23-ാം തീയതി പന്തളത്ത് തിരികെ തിരുവാഭരണം എത്തുകയും
അത് സ്ട്രോങ് റൂമിൽ തിരികെ വാങ്ങിച്ച് സൂക്ഷിക്കുകയും ചെയ്യും. അതോടുകൂടി ഈ 2025-26 കാലത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് സമാപനം കുറിക്കുകയാണ്. സ്വാമിയെ ശരണം. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങൾ ശബരിമലയിലേതിന് സമാനമാണെങ്കിലും ഇതൊരു കൊട്ടാര ക്ഷേത്രമായതിനാൽ ചില സവിശേഷമായ അനുഷ്ഠാനങ്ങളും സമയക്രമങ്ങളും ഇവിടെ പിന്തുടരുന്നുണ്ട്. പ്രഭാതത്തിലെ നിർമ്മലമായ വേളയിൽ ഭഗവാനെ ഉണർത്തുന്ന ഉഷപൂജ രാവിലെ 7:30 നടക്കുന്നത്. തുടർന്ന് ഉച്ചയ്ക്ക് 12:30 രാജകീയ വിഭവങ്ങളാൽ തയ്യാറാക്കിയ നിവേദ്യങ്ങളോടെയുള്ള ഉച്ചപൂജ നടക്കുന്നു. രാത്രിയിൽ നടയടയ്ക്കുന്നതിന് മുൻപായി 9:30 അത്താഴ പൂജ കൂടി പൂർത്തിയാക്കുന്നതോടെ അന്നത്തെ ശാന്തമായ പൂജാകർമ്മങ്ങൾക്ക് സമാപ്തിയാകുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് ക്ഷേത്രം സജീവമാകും. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ സമയത്ത് അച്ചൻകോവിലാറിൽ നീരാടി ഭഗവാനെ ദർശിക്കാനെത്തുന്നത്. ശബരിമലയിലേക്ക് പുറപ്പെടുന്ന പല സംഘങ്ങളും തങ്ങളുടെ മാലയിടലും കെട്ടിനിറക്കലും പന്തളത്ത് വെച്ച് നടത്താൻ താൽപ്പര്യപ്പെടുന്നു. പന്തളം ക്ഷേത്രം ആത്മീയതയുടെ കേന്ദ്രം മാത്രമല്ല, അത് വലിയൊരു സാമൂഹിക ഐക്യത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ജാതിമതഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ഒത്തുകൂടുന്നത്. പന്തളം നഗരത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും സംസ്കാരവും ഈ ക്ഷേത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാദേശിക കലാകാരന്മാർക്കും വ്യാപാരികൾക്കും തീർത്ഥാടനകാലം വലിയൊരു ആശ്രയമാണ്. കൂടാതെ ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിൽ പന്തളം കൊട്ടാരത്തിനുള്ള അധികാരം ഈ ക്ഷേത്രത്തെ കേരളത്തിലെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ ഒരു സുപ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നു. ആചാരങ്ങൾ തെറ്റുമ്പോൾ തിരുത്താനുള്ള അധികാരം പന്തളം തമ്പുരാനിൽ നിക്ഷിപ്തമാണ്. അയ്യപ്പൻ എന്ന സങ്കല്പം ശബരിമലയിലെത്തുമ്പോൾ തത്വമസിയുടെ പൊരുളാണ്. അത് നീയാകുന്നു. അവിടെ ഭക്തനും ഭഗവാനും ഒന്നാണ്. എന്നാൽ പന്തളത്തെത്തുമ്പോൾ ഈ തത്വം മാറുന്നു. അവിടെ അത് വാത്സല്യമായി മാറുന്നു. അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധമാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ ആധാരശില. ഈ ലോകം ഒരു കാനനമാണെന്നും അവിടെ അധർമ്മത്തിൻ്റെ മഹിഷികളെ നിഗ്രഹിക്കാൻ ഓരോ മനുഷ്യനും മണികണ്ഠനാകണമെന്നും പന്തളം നമ്മെ പഠിപ്പിക്കുന്നു. രാജകീയ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ധർമ്മത്തിനു വേണ്ടി കാട്ടിലേക്ക് പോയ മണികണ്ഠൻ ത്യാഗത്തിൻ്റെ ഉത്തമ മാതൃകയാണ്. മാറുന്ന ലോകത്ത് സാങ്കേതിക വിദ്യകൾക്കും തിരക്കുകൾക്കുമിടയിൽ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. നാം എത്ര ഉയർന്ന നിലയിൽ എത്തിയാലും നമ്മുടെ വേരുകളെയും സംസ്കാരത്തെയും മറക്കരുതെന്ന പാഠമാണത്. അച്ചൻകോവിലാറിൻ്റെ ജലം ഒഴുകിക്കൊണ്ടേയിരിക്കും. കാലങ്ങൾ കടന്നുപോകും. എങ്കിലും മണികണ്ഠൻ്റെ ബാല്യകാല സ്മരണകൾ ഉറങ്ങുന്ന ഈ പവിത്രഭൂമി ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് എന്നും ഒരു വഴികാട്ടിയായി നിലകൊള്ളും. പന്തളത്തെ വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ഒരു നിമിഷം കണ്ണടച്ചു നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാം. അത് വെറും മന്ത്രോച്ചാരണങ്ങളല്ല, ഒരു പിതാവിൻ്റെ വാത്സല്യവും ഒരു പുത്രൻ്റെ ധർമ്മബോധവും കൂടിച്ചേർന്ന ചരിത്രത്തിൻ്റെ സ്പന്ദനങ്ങളാണ്. ശബരിമലയിലെത്തുന്ന ഓരോ വിശ്വാസിയും അത്രമേൽ വിശ്വാസത്തോടു കൂടി തന്നെയാണ്, അത്രമേൽ ഭക്തിയോടെ തന്നെയാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലും എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ ശരണം വിളികളും അതുപോലെ മന്ത്രോച്ചാരണങ്ങളും മാത്രമല്ല നമുക്ക് ദർശിക്കാനാവുക. ഒരച്ഛൻ മകന് നൽകിയ വാത്സല്യത്തിൻ്റെയും ആ മകൻ അച്ഛന് നൽകിയ ധർമ്മത്തിൻ്റെയും ആ ചരിത്ര സ്പന്ദനങ്ങൾ കൂടിയാണ്. എക്കാലവും വിശ്വാസികളുടെ മനസ്സിൽ പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം അതിൻ്റെ പവിത്രമായ പുണ്യത്തോടെ തന്നെ നിലകൊള്ളും.